വെൽക്കം ബാക്ക് വിസ് പാലും വെള്ളം അല്ല പാൽ വേൾഡിൻ്റെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 1-2 എപ്പിസോഡ്സ് എങ്ങാണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ബേസ് തുടങ്ങിയപ്പോൾ ഉള്ള ബേസ് ഉണ്ടല്ലോ, അവിടെ തന്നെയാണ് നമ്മൾ ആക്ച്വലി. പക്ഷേ ഇവിടെ അല്ല ആക്ച്വലി ബേസ് വെക്കേണ്ട ഗൈസ്. അതേപോലെ ബേസ് വെക്കണതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കയറി എന്താണ്ടൊക്കെ കാണിച്ച് എങ്ങനെയൊക്കെ ഇറങ്ങിപ്പോകുന്ന 2 എപ്പിസോഡായിരുന്നു അതിന് മുമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ കളി കാര്യമാകുകയാണ്. ആക്ച്വലി ഇവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. നമ്മൾ താഴെ വന്നിട്ട് ഇവിടെ കുറച്ച് സ്ഥലം കണ്ടോ, വെള്ളമൊക്കെ ഉള്ളത്. നമ്മളിതിന് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായി, ഇവിടെ ലൈവൊക്കെ ഇട്ടപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ആക്ച്വലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അല്ല കേട്ടോ. വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വലിയ കാര്യമൊന്നുമില്ല എന്നാണ്. ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ഗ്രൈൻഡിങ്ങുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തത്, കമ്പയർ ടു നമ്മളുടെ സ്വന്തം ആർക്ക് വെച്ചിട്ടാണെങ്കിൽ. ആ സെറ്റ് ബേസ് സ്ഥലമൊക്കെ അടിപൊളിയല്ലേ, നല്ല സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ ആ ബേസ് പൊളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ പണിയൊന്നുമല്ല. പൊളിക്കാന്ന് പറഞ്ഞാൽ പൊളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സംഭവങ്ങളും തിരിച്ച് കിട്ടും. അപ്പോൾ ഞാനത് ഫുള്ള് കാണിക്കണില്ല കേട്ടോ. ഫുള്ള് കാണിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാനിവിടെ ഒരു അടിത്തറ, ഒരു ബേസിൻ്റെ ഒരു കഷ്ണം വയ്ക്കുക. ഒരു ഉദ്ഘാടനം നമ്മൾ എന്തായാലും ചെയ്യണത് കാണിക്കണമല്ലോ. അപ്പോൾ അത് ഈ മൂലക്ക ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ സംഭവം വയ്ക്കും. പിന്നെ നമ്മൾ പണിയണമൊന്നും കാണിക്കണില്ല. പണിയണൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലേ, പെട്ടി പോലെ ഒരു ബേസ് ഉണ്ടാക്കണം, അല്ല ഒരു വീടുണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും കാണിക്കണമെന്നില്ല. പെട്ടെന്ന് ഓടിച്ചിട്ട് സംഭവങ്ങളൊക്കെ കാണിക്കുക. കാരണം രണ്ടാമതൊരു ബേസ് ബിൽഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ബോറടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പരിപാടി ഇല്ലല്ലോ. പിന്നെ ബേസ് പൊളിക്കാനുള്ള പരിപാടി ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിപ്പോൾ ഈ മരം ഒന്ന് വെട്ടിയിട്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോകുന്നതാണ്, നമ്മുടെ പഴയ ബേസിലേക്ക് കേട്ടോ, ഏറ്റവും മുകളിൽ. അപ്പോൾ ഈ ഇത്ര ഉള്ള പരിപാടി സിമ്പിളായിട്ട് നിന്നിട്ട് ഇതേപോലെ നമുക്ക് ഈ സാധനമൊക്കെ പൊളിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിൽ യൂസ് ചെയ്തിട്ടുള്ള മറ്റേ വുഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ ഒന്നും നമ്മുടെ നഷ്ടപ്പെടില്ല, എല്ലാം സെറ്റായിരിക്കും. അപ്പോൾ ഇനി താഴെ ബേസ് ഒന്ന് പണിതിട്ട് കാണിക്കാം കേട്ടോ. സെറ്റായിട്ട് ഒന്ന് പണിതിട്ട് കാണിക്കുക. അടിപൊളി ബേസ്, സിമ്പിൾ. നമ്മൾ പഴയ പോലെ തന്നെ ഒരു ബേസ് അതിനോട് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവനെ കണ്ടോ, ഇവനെ നമ്മൾ ടൈമിങ് തന്നെ. പിന്നെ ഇവൻ നമുക്കൊരു ആയുധമായിട്ട് യൂസ് ചെയ്യുക. അതിന് ഇവന് ഒരു സംഭവം നമ്മൾ ബിൽഡ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഈ സംഭവം, അവൻ്റെ ഒരു ഹാർനസ് ഉണ്ട്, അത് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടതൊരു ഫ്ലെയിം ഓർഗൻ ഉണ്ട്, അതൊക്കെ നമുക്ക് പോയി എടുക്കാം. അതിന് മുമ്പ് കുറച്ച് പാൽസ്ഫിയറൊക്കെ നമ്മളിവിടെ പെട്ടെന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ടൈം എടുത്തൊന്നും കാണിക്കില്ല, പടപടാന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നമുക്ക് കുറച്ച് പാൽസിനെയൊക്കെ ടൈം ചെയ്യാനുണ്ട് ബീസ്. കണ്ടോ, അടിപൊളി. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബോ അമ്പും ബില്ലും മെയിൻ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ സംഭവങ്ങളൊക്കെ ചെയ്യുക. വളരെ ഉപകാരമുള്ള സംഭവമാണ് ബീസ്. പിന്നെ ഈ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസ് നമ്മൾ സെൽഫായിട്ട് റൺ ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ഉണ്ട്. ആക്ച്വലി നമ്മൾ നടന്ന് കൃഷിയും ഒരു പരിപാടിയും ചെയ്യേണ്ട, ആർക്ക് പോലെ സിമ്പിളായിട്ട് നടന്നിട്ട് നമുക്ക് ഈ പാൽസിന് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ വീട് സിമ്പിൾ വീടാണ് ബീസ്, തുടങ്ങിയിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ, ആർക്കെങ്കിലും നമ്മൾ പണി തുടങ്ങുമ്പോൾ ഇതേപോലെ ചുമ്മാ അതിങ്ങനെയൊക്കെ കാണിച്ച് പണി തുടങ്ങുള്ളൂ. പിന്നെ ആയിരിക്കും ബുല്ലു വീടൊക്കെ ആയിട്ട് വന്നത്. പക്ഷെ ബുല്ലു വീടാവാൻ ചാൻസ് ഇല്ല, ചെറിയ വീടൊക്കെ തന്നെ ഇരിക്കട്ടെ അത്. ഓക്കെ, ഇനി ഇവൻ്റെ ഹാർനസ്, അതാണ് അടുത്ത പരിപാടി. ഇതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലെയിം ഓർഗൻ വേണം. അത് നമുക്ക് താഴെ പോയി എടുക്കാവുന്നതാണ് ബീസ്. ഒന്നുമില്ല, അമ്പൊക്കെ പൊളി സംഭവമല്ലേ. ഇതിങ്ങനെയൊക്കെ എന്നിട്ട് അറിയാണ്ട് വിട്ടതാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഒന്നും ചെയ്യരുത്. കുഴപ്പമില്ല കേട്ടാ. നമ്മുടെ ബേസിൽ നമ്മുടെ ഗുണ്ടകളുണ്ട് ബീസ്, മുറഞ്ഞു ഇടിക്കും. ബേസിൽ കയറി തൊട്ടിട്ടുണ്ടെങ്കിൽ ഇജാതി ഇടിയാ, അത്രേ ഉള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ ഭയങ്കര സ്ട്രോങ്ങാണ്, അതൊക്കെ ഉരുണ്ടൊക്കെ പോയി ഇടിക്കണേ. കൊട്ടേഷൻ ബാക്കിയുള്ളവന്മാരൊക്കെ പുറത്തുനിന്നൊക്കെ ഒന്ന് ഇടിയാ, ജാതി ഇടി. ഇടി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിനും ക്ഷീണമൊക്കെയാണ്, ബീസ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ പോകും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കുറച്ച് പരിപാടികളുണ്ട്. നമ്മൾ ബേസ് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിങ്ങളിലേക്ക് ഫുഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണം. ബെഡ് നിങ്ങൾക്ക് അറിയാലോ ഓൾറെഡി. അപ്പോൾ ഈ ഫുഡൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെത്താനെ ജനറേറ്റ് ചെയ്ത് ഇവരുടെ അടുത്തേക്ക് പോകണം. അതേപോലെ വുഡ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. അതേപോലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇത് എവിടെ കണ്ടാലും ഓൺ ചെയ്തിട്ടേക്കണം. ഫാസ്റ്റ് ട്രാവലാണ്. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന് എനിക്കറിയാം, നിങ്ങൾ ഭയങ്കര പുലികളായിരിക്കും. നമ്മളൊക്കെ പിച്ച് വെച്ച് തുടങ്ങിയിട്ടുള്ളൂ ബീസ് ഇതിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നേക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ നമുക്കൊന്ന് ഒന്നിൽ പിടിക്കണം അല്ലെങ്കിൽ കൊല്ലണം. അപ്പോൾ അവൻ്റെ ഒരു ഫ്ലെയിം ഓർഗൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവൻ്റെ ഹാർനസ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ പറഞ്ഞം മാറി നിന്നാൽ കടിക്കൂട്ടാ, ജാതി അടിയാ, പൊളിക്കും ഇങ്ങനെ നിന്നിട്ട്. അത് മാമത്തിനെ നോക്കി അടിച്ചപ്പോൾ ഇവൻ ചത്തുപോയി. കുഴപ്പമില്ല, നമുക്ക് ഫ്ലെയിം ഓർഗൻ കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്.
കണ്ട ധാരാളം. മാമത്ത് ബ്രോ ഇപ്പം ഇല്ല, പിന്നെ വരാം. നല്ല തുമ്പിക്കൈ, പിന്നെ കാണാട്ടാ. പിന്നെ ദീവനെ കണ്ട ഗുമ്മൂസാ. ആ ഇവൻ ഭയങ്കര ഉപകാരിയാണ്. അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവനെ പിടിക്കാനൊക്കെ ഭയങ്കര സിമ്പിളാ, കണ്ടോ? അത്രേ ഉള്ളൂ, ഈസി ആയിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി വേറെ സാധനം പിടിക്കാൻ എന്താ അറിയാമോ? അതെന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കണേ. ഇത് 100 സെറ്റ് ലെവലപ്പായണ്ട ജാതി പെട്ടെന്ന് ടക്കേന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെവലപ്പോ നിങ്ങൾ ഞെട്ടും കുയിസ്. കണ്ട പെൻഗിൻ ഉണ്ടല്ലോ, പെൻഗിൻ്റെ പേരെന്നിട്ടായിരുന്നു എന്തോ പേരൊക്കെ, നമ്മൾ പെൻഗിൻ എന്നൊക്കെ പറയുള്ളൂ. അതിനെ പിടിക്കണം കേട്ടോ. ഇവൻ അത്യാവശ്യം നന്നായിട്ട് അറ്റാക്കൊക്കെ ചെയ്യും. പക്ഷേ ഇവന് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. കണ്ട അറ്റാക്ക് തന്നെ ഉണ്ടോ നൈസായിട്ട്. 85, 90, 99 അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പം അടിപൊളി. ഇനി നമ്മൾ ബേസിലേക്ക് പോയിട്ട് എൻ്റെ പൊന്നു കണ്ട ഫ്രീസ് ചെയ്ത് നിർത്തണുണ്ടോ, പൊളിയല്ലേ? പക്ഷേ ഇപ്പം നമുക്ക് ഇടിയിടാൻ താല്പര്യമില്ല. നമ്മൾ ബേസിലേക്ക് പോകുന്നു. ബേസിൽ കണ്ട എല്ലാവരും കിടന്ന് ഉറങ്ങേണ്ട. ബേസിൽ എന്ന് പറയുമ്പോൾ കണ്ട ഹാർനസ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാം, ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സിമ്പിളാണ്, ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാം. എന്താ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണേ, ബാക്കിയുള്ളവരും കിടന്ന് ഉറങ്ങിയാണ്. പിന്നെ എന്നിട്ട് ഉണ്ടാക്കണ്ടേ, ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ അത് ഞാൻ അൺലോക്ക് ചെയ്ത് വെക്കട്ടെ. കണ്ട് ഈ സ്റ്റോൺ പിറ്റ്, പിന്നെ അതേപോലെ തന്നെ ലോഗിങ് സൈറ്റ്, ക്രഷർ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സിമ്പിളായിട്ട് ബേസ് തന്നെ റൺ ചെയ്യിക്കുക നമുക്ക്. അതേപോലെ ഇത് കണ്ടോ ഈ ഒരു സംഭവം ലോഗിങ് സൈറ്റ്, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവം. ഇത് ഇവിടെ ഏതെങ്കിലും മൂലൊക്കെ കൊണ്ടുവയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഇത് പണിയണത് നിങ്ങൾക്ക് അറിയാലോ. ഇതൊക്കെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനൊന്നുമില്ല, നിങ്ങളൊക്കെ ഇതിൽ പുലികളായിരിക്കും. പെട്ടെന്ന് പണിയൊക്കെ തീരില്ല, ഞാൻ പെട്ടെന്ന് ഓടിച്ച് കാണിച്ചായിരിക്കും കേട്ടോ മിക്കാറും. അതേപോലെ തന്നെ മറ്റേ സ്റ്റോൺ പിറ്റ് ഉണ്ടല്ലോ, അതും കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ അതിൽ മൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് കല്ലും മരമൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അത് നമ്മൾ പണിയൊന്നും എടുക്കണ്ട, ഇവന്മാർ പണിയെടുത്തോളും, എല്ലാം ഇവന്മാർ ചെയ്തോളും, ഒന്നും നമ്മൾ ചെയ്യണ്ട. പൊളി, അടിപൊളി, മറിക്കടാ. എല്ലാവരും പോയി പണിയെടുത്തോ. കണ്ട ഇവന് മൈനിങ് ഉണ്ട്. കത്തീവയ്ക്ക് മൈനിങ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മളിവിടെ വരാം. അത് കഴിഞ്ഞിട്ട് കണ്ടാ ബേസ് അപ്ഗ്രേഡ് കൊടുക്കാം. ബേസ് അപ്ഗ്രേഡ് ചെയ്യണത് നമ്മൾ എപ്പോഴും നോക്കിയിരിക്കണം. കാരണം ആ ഒരു ഓരോ സ്ലോട്ട് നമുക്ക് എക്സ്ട്രാ കിട്ടിക്കൊണ്ടിരിക്കും. ആ സ്ലോട്ടിലേക്ക് നമുക്കത് ഇപ്പോൾ ഗുമ്മൂസിന് ഇട്ടുണ്ട്. കണ്ട ഇവൻ പോണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവൻ്റെ ഗുണം ഞാൻ കാണിച്ചു തരാം. ഇവൻ പോണ പോക്ക് നോക്കി. ഇവൻ നേരെ പോയിട്ട് നമ്മളിവിടെ കണ്ടോ ഒരു പ്ലോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മറ്റേ ബെറീസിനൊക്കെ വേണ്ടിയിട്ട്. അത് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നേ. അവൻ അതിൻ്റെ സീഡ്സൊക്കെ അവിടെ ചെന്നിട്ട് പാകിയിട്ടിട്ടുണ്ട്. ഇനി വേറൊരുത്തിന് വേണ്ടി നമ്മളിവിടെ ഇറക്കണം. സീഡ്സ് പാകിയാൽ മാത്രം പോരാ, അതിന് വെള്ളം തെളിക്കണം. വെള്ളം തെളിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ല പരിപാടി പെൻഗിൻ അല്ലെങ്കിൽ ആനക്കുട്ടീനെ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ആനക്കുട്ടീനെ ഇപ്പോൾ കാണാനില്ല. പെൻഗിൻ പൊളിയാ. പെൻഗിൻ മൾട്ടി ജോലിയൊക്കെ ഉണ്ട് കണ്ടോ. അതുപോലെ ഒരു പാലിന് കുറേ പണികളെടുക്കാനുള്ള കഴിവുണ്ടാവും. ചിലപ്പോൾ ഇതേപോലെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, വെള്ളം നനയ്ക്കാൻ പറ്റും. ഓരോന്നിനും ഓരോ കഴിവ്. അതനുസരിച്ച് നമ്മൾ ബേസ് സെറ്റാക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പം അത് ഫുള്ളായിട്ടില്ല, കാരണം അവൻ അവിടെ വിത്തിട്ടുകൊണ്ടിരിക്കുക. കണ്ട വിത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നൈസായിട്ട് ഇവനെ അതിൻ്റെ ഉള്ളിലേക്ക് അസൈൻ ചെയ്യാം കേട്ടോ. എടുത്തൊരു കീറ് കൊടുത്താൽ മതി, അവിടെ ഒന്ന് വർക്ക് ചെയ്തോളും. ബെഡിലേക്ക് ആയിപ്പോയി എറിഞ്ഞത്. കണ്ട അവിടെ ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും. എന്താണ് ബെഡിലായി പോയത്? ഉന്നം തെറ്റിയതാണ്. കണ്ട തുപ്പണണ്ട, വെള്ളം ചീറ്റണണ്ട. അതാണ് ഇവൻ്റെ പരിപാടി. ഇവൻ കംപ്ലീറ്റ് കൂളാക്കി നിർത്തും എല്ലാ സ്ഥലത്തും. പൊളിയല്ലേ? അപ്പോൾ ആക്ച്വലി നമ്മൾ അവിടെ ചെയ്തത് ആ ബെറി ഫാം ഉണ്ടല്ലോ, അതിനി ഓട്ടോമാറ്റിക്കായിട്ട് റണ്ണാവും. അതിൻ്റെ അടുത്തൊരു ഫീഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ഫീഡ് ബോക്സിലേക്ക് അവന്മാർ തന്നെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടോളും. സിമ്പിൾ പരിപാടിയാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ, നമ്മളൊന്നും അറിയണ്ട. കുറച്ച് ക്ലോത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ക്ലോത്ത് നമുക്ക് ആവശ്യമുണ്ട് ഈ പാരച്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ ഉണ്ടാക്കി വെച്ചതാ. ഇനി കണ്ടോ ഇമാരും അവിടെ പണിയെടുക്കുന്നുണ്ട്. 2 കറ്റീവ ഉണ്ടല്ലോ, കറ്റീവ 2 അവിടെ കിടന്ന് പണിയെടുത്തോട്ടെ. ഇനി അവന്മാർ ഇങ്ങടെയൊക്കെ അസൈൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇങ്ങോട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ അറിയാമോ, അമ്മമാർക്ക് മൈനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മരം വെട്ടുന്ന പരിപാടി അമ്മമാരെ കൊണ്ട് നടക്കൂല. കണ്ടാ അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ടൊന്ന് വെട്ടാട്ടോ. കണ്ട നമ്പർ കൊടുത്തേക്കണുണ്ടോ 9999 അത്രയും. അതും ഇനി ലിമിറ്റൊന്നുമില്ല ഗുയിസ്, അങ്ങനെ കൊടുത്തേക്കണമെന്നുള്ളൂ. അത്രയും വരെ ഒറ്റയടിക്ക് അവിടെ ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും, ഒറ്റയടിക്ക്. അത് കഴിഞ്ഞിട്ട് അത് തീർന്നു പോകുമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ബെറീസൊക്കെ ഉണ്ടോ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് സെൽഫായിട്ട് ബേസ് റൺ ചെയ്ത് പോകണം. നമ്മളൊരു പരിപാടിയും ചെയ്യണ്ട. ഇതെന്താണ് ഡാൻസ് കളിക്കുന്നത് ഇതിൻ്റെ അടുത്ത് നിന്നിട്ട് കണ്ടോ. ഇവന്മാരെല്ലാം ചെയ്തോളൂ കേട്ടോ പരിപാടികളൊക്കെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ആക്ച്വലി 2 ബോക്സ് സെറ്റ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവന്മാർ ഈ സാധനമൊക്കെ കല്ലൊക്കെ പൊട്ടിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും ഈ കല്ലൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ചിലപ്പോൾ പോലെ 500 സ്റ്റോണൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് ക്യാരി ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് ആ വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് എടുക്കുക, തിരിഞ്ഞ് നിന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക്
നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണ്. ബാ ഇനി ഹണ്ടിങ് ആണ് ബീസ്. കണ്ട ഇതൊന്നും മറ്റേ ഹാർനസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവനിങ്ങനെ പിടിച്ച് വെച്ചിട്ട് നൈസായിട്ട് തോക്ക് പോലെ അങ്ങനെ തുപ്പാൻ പറ്റും. അയ്യോ തോക്ക് പോലെ തുപ്പല്ല, വെടി വെക്കാൻ പറ്റും. ഇങ്ങനെ കണ്ട ഞാൻ താഴെ ഒരു ചെറിയൊരു വട്ടത്തിൽ 2 ഷെയ്ക്ക് ഹാൻഡ് തുടങ്ങുന്ന സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ അതാണ് എൻ്റെ അത് കണ്ട ഇവൻ്റെ മറ്റേ ആയുധമല്ല, അത് തീർന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഇറങ്ങി പോകും കയ്യിൽ നിന്ന്. അത്രേ ഉള്ളൂ, അതാണ് കൈ കൊടുത്തേക്കണത്. നമ്മളവരോട് ഒരുമിച്ചുള്ള അടിയാ. കണ്ടാ കത്തിച്ച് ഇങ്ങനെ അല്ലയാ സിമ്പിളായിട്ട്. നമ്മൾ പോണത് വേറെ കുറച്ച് പരിപാടിയിലേക്കാണ്, അത് കാണിച്ചു തരാം കേട്ടോ. ഇത് പറന്ന് നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവനെ നമ്മൾ ആദ്യമേ തന്നെ പിടിച്ചിരണം. അവനൊരു സാഡിലൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ പൊളിയാ. ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ലൈഫ് മങ്ക് FEG എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അടിപൊളി സംഭവമാണ്. അതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതേപോലെ ഇങ്ങനെ വഴി കിട്ടുന്ന സാധനങ്ങളൊന്നും കളയരുത്, എല്ലാം എടുത്തോളാം. ഈ FEG വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടൈമിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് ഹൈ ആക്കാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു പ്രതിമ നിൽക്കല്ലേ മൂലക്കായിട്ട്, അതുമ്പോൾ നമുക്ക് നമ്മുടെ FEG യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് നമ്മുടെ ടൈമിങ്ങിൻ്റെ ആ ഒരു എഫക്റ്റീവ്നെസ് ഒക്കെ പൊളിക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് കുരങ്ങൻ നിൽക്കുന്നുണ്ട്. നമ്മൾ വെറൈറ്റി പാൽസിനാണ് നമ്മൾ ടൈം ചെയ്തുകൊണ്ടിരിക്കണേ. തൽക്കാലം ഒരു ചോട്ടക്കുരങ്ങനെ എടുത്തേക്കട്ടാ. കുരങ്ങൻ്റെ ഉപയോഗം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. തലമണ്ട ഓക്കെ സെറ്റ്. അയ്യോ കൊന്ന് ഒരു കാര്യം ഉണ്ടായില്ല, അപ്പുറത്തൊരുത്ത് നിൽക്കുന്നുണ്ട്, അവനെ പിടിക്കാം. അമ്മ അറ്റാക്ക് ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ. എൻ്റെ പൊന്നാടെ ഒന്ന് പോയടാ. ഒളിച്ച് കേട്ടാ, ഒളിച്ച് നടിക്കാം. പുറന്നു വന്നിട്ട് ഭീകര തലമണ്ട നോക്കി ചിരിച്ചുകൊണ്ട് വെക്കുമ്പോൾ തലമണ്ട നോക്കി. അയ്യോ നമ്മളിൽ പറഞ്ഞ പോലെ അമ്പൊക്കെ ഉള്ള ആളാ. പിന്നെ ഈ സാധനം വെച്ച് അടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് മതി. ആ ഒരു അടി കൊണ്ടിട്ട് ചിരിക്കണൊക്കെ ഉണ്ടാ പൊളി സംഭവം. അയ്യോ ഗൈസ് ലൈക്ക് പറയാൻ മറന്നു കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ. നമ്മളിങ്ങനെ എല്ലാവരും പാൽവെള്ളം ഇടുന്ന ആരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പിസോഡ്സ് ഇടുന്ന കേട്ടോ. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം ഒറ്റക്കളി. ഓക്കെ സെറ്റ്. കുരങ്ങാപ്പീനെ കിട്ടിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തെറ്റാണല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവൻ്റെ അടുത്തൊന്ന് വടിയായതല്ലേ ഗൈസ്. ഇവൻ്റെ ചെറിയ വേർഷനാണ് നമ്മുടെ ബേസിലൊക്കെ ഉള്ളത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് സ്പോണാവും. അത്യാവശ്യം വലിയതാട്ടോ, വലിയ കട്ടപ്പാന്നൊക്കെ പേരിടാൻ പറ്റിയതല്ലേ. അമ്പ് വെച്ചിട്ട് തലമണ്ട അടിച്ച് വിളിക്കുവന്. അവന് വലിയ അറ്റാക്കൊന്നുമില്ല. വന്നൊക്കെ കലിപ്പൊക്കെ ഇട്ടിട്ട് വന്നെ. ഒരെണ്ണം കൂടി അടിക്കുക, അത്രേ ഉള്ളൂ, സിമ്പിൾ. പിന്നെ അല്ല 1996. എടാ നിനക്ക് എന്തിൻ്റെ കേടാടാ. പോയി സിമ്പിൾ ടൈസ്. അപ്പോൾ വലിയതിന് ഓരോന്നിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അടിപൊളി. നീ പൊക്കോ ഇടിയിടാൻ താല്പര്യമില്ല, വിട്ടുപോ. അടിപൊളി ഗുയ്സ്. ഇനി നമുക്ക് ബേസിലേക്ക് പോവാം. എന്നിട്ട് ഇവനെ കൂടി നമുക്കവിടെ പണിയെടുപ്പിക്കാം കേട്ടോ. ഇച്ചിരി വലിയ കട്ടപ്പ. ഇവനാണ് ശരിക്കും കട്ടപ്പ, വലിപ്പമുണ്ട്, സൈസ് ഉണ്ട്. അപ്പോൾ ബേസ് ഞാൻ പറഞ്ഞില്ലേ സെൽഫായിട്ട് റൺ ചെയ്യണ്. അതിന് മരം വെട്ടാൻ ഒരാളെ വേണം. അത് ആരാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സർപ്രൈസാണ് ബീസ്. നിങ്ങൾക്കൊക്കെ സർപ്രൈസ് എന്ത്, ഇതൊക്കെ കണ്ട് നിങ്ങളും അടുത്തിടക്കണായിരിക്കും അല്ലേ. നീ കട്ടപ്പയെ നമ്മൾ ഇറക്കി വിട്ടപ്പോഴത്തേക്കും കട്ടപ്പ അവിടെ പോയി കിടന്ന് ഉറങ്ങണ്ട്. രാത്രിയല്ലേ, ഒന്നും പറയാനില്ല കേട്ടോ. ബാക്കി എല്ലാവരും ഇന്നപ്പോഴത്തേക്കും പുള്ളി പോയി ഉറങ്ങിക്കോ കുഴപ്പമൊന്നുമില്ല. കുരങ്ങൻ്റെ നോക്കട്ടെട്ടാ. കണ്ടാ കുരങ്ങൻ ആക്ച്വലി കുരങ്ങൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളതിൽ ഇവിടെ കാണുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് കുരങ്ങനും മറ്റേ കട്ടീവ. അപ്പോൾ ഇത് രണ്ടുമാണ്. കുരങ്ങൻ ഭയങ്കര ഉപകാരമാണ് ഉപയോഗിച്ച്. അത് ചെയ്യാത്ത പണിയില്ല, എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്കൊരു പച്ച സ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട്. പാൽ സ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയില്ല, നമുക്ക് പച്ച ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതുപോലെ എഗ്ഗ് കിട്ടിയിട്ടുണ്ട്. എഗ്ഗ് ഹാച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് കാണിച്ചു തരാം. ആർക്കിലെ പോലെ തന്നെ എഗ്ഗ് ഹാച്ചിങ് പരിപാടിയൊക്കെ എവിടെ ഉണ്ട് കേട്ടോ. ആർക്കിൽ എഗ്ഗ് അവിടെ ഇരുന്ന് ചീഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ചീഞ്ഞൊന്നും പോയിട്ടില്ല ഗീസ്, നമുക്ക് സെറ്റാക്കാം. അപ്പോൾ ഇത് നീ എന്തിനാണ് അവിടെ നിന്ന് ഡാൻസിൽ ഇങ്ങനെ പോയി മരം വെട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, എന്ത് കുന്തെങ്കിലും കാണിക്കും. അപ്പോൾ സെറ്റ് ഗീസ്, നമ്മൾ ഇനി പോണത് അടുത്ത പരിപാടിയിലേക്ക് ഉണ്ടാവും. കുരങ്ങൻ്റെ പരിപാടി ഉണ്ടാവും. കുരങ്ങനെ ഓടിയണമെന്ന പണിയെടുക്കണേ, കുറച്ചൊന്നുമല്ല. ഇനി നമുക്ക് ആവശ്യമുള്ള സംഭവം എഗ്ഗ് കണ്ട. എഗ്ഗിൻ്റെ സംഭവം കണ്ട. അതിന് കുറച്ച് സംഭവങ്ങൾ വേണം കേട്ടോ ഗീസ്. അതിൽ അത്യാവശ്യമുള്ള അവസാനം പറഞ്ഞേക്കുന്ന സാധനം നമ്മുടെ ഇല്ല. അത് നമ്മുടെ ചില്ലറ്റ് ഉണ്ടല്ലോ, വലിയ പാമ്പ് പോലത്തെ സാധനം, അവൻ്റെ അടുത്ത് പോയാൽ നമുക്ക് കിട്ടുള്ളൂ. അതിൽ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ പെട്ടികളൊക്കെ കിട്ടും. അത് നമുക്ക് വളരെ ഉപകാരമുള്ള സംഭവമാണ് കണ്ട. കൊയിൻ, ആരോ, പാൽസോള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. ഇത് ഈ ആനക്കുട്ടൻ നമുക്ക് ആവശ്യം വരും. ഒരെണ്ണം എടുത്ത് വെച്ചേക്കാട്ടാ. കാരണം ഇവൻ വെള്ളം തളിക്കാൻ ഉസ്താദായിരിക്കും. മറ്റേ പെൻഗിൻ്റെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നിന്ന് തളിച്ചോളൂ കേട്ടോ. പെൻഗിൻ ആക്ച്വലി കുറച്ചും കൂടി ഇവനേക്കാളും ബെറ്ററാണെന്ന് തോന്നണേ. കാരണം പുള്ളി പണിയൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇവനെ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്തായാലും എടുത്തു നോക്കാം. ചിലപ്പോൾ ഇവന് യുദ്ധത്തിനൊക്കെ പൊളിയായിരിക്കും. ഇവൻ്റെ അറ്റാക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. അയ്യോ മറ്റവനെ പിടിച്ച് അകത്തിടാതില്ല, അവൻ എല്ലാത്തിനും മറ്റേ കത്തിച്ച് കൊല്ലും. അവന് പ്രാന്താണ് കണ്ട. അയ്യോ പിടിച്ചു. കറക്റ്റ് ടൈം. എൻ്റെ പൊന്നളിയാ നീ ഇജാതി പോയാ. അയ്യോ ഇവരുടെ ഉണ്ട്. എൻ്റെ പൊന്നോ ഓടിക്കോ വേണമെങ്കിൽ. ഞാനെന്തിനാണ് മരത്തിൻ്റെ മുകളിൽ കയറിക്കണേ. എൻ്റെ അടുക്ക് താഴെ ഇറങ്ങി കൊന്നാ സബാഷ്. എവിടെ ജാതി സൈക്കോ. ഓടിച്ചിട്ട് കൊന്നതിനെ. ഈ സാരം ഉണ്ടല്ലോ, ഈ പാമ്പ്,
ഇവനെയാണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ബോസ്. ചോട്ടാ ബോസാണ് ഗൈസ്. എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. കണ്ടോ 11 ലെവല്. ഇവിടെ നിന്നാണ് നമുക്കിവനെ ടൈം ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇവനെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കണ്ടോ എഴുതി കാണിക്കുന്നുണ്ടോ, ഫോസ്പാർക്കിൻ്റെ അറ്റാക്ക് ഹൈലി എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ കാണിച്ചേക്കണേ. നമ്മൾ 2 വിട്ടപ്പോഴത്തേക്ക് അവൻ്റെ ഹെൽത്തൊക്കെ പോയി. അതായത് നമ്മൾ 2-3 കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇവനെ ടൈം ചെയ്യാൻ പറ്റും, പിടിക്കാൻ പറ്റും കേട്ടോ, കുപ്പിയിലാക്കാൻ പറ്റും. പക്ഷെ ഞാനിപ്പോൾ പിടിക്കാറില്ല, എൻ്റെ ഇപ്പം മാത്രമേ ഉള്ളൂ. അവൻ നമ്മൾ ഈസി ആയിട്ട് കൊല്ലും. കണ്ടോ, കാരണം ഞാൻ നൈസായിട്ട് ഇവിടെ നിന്ന് പോവുകയാണ്, കാണിച്ചു തരാൻ വേണ്ടി ചെയ്താൽ അടുത്ത എപ്പിസോഡിൽ പിടിക്കാം. നമുക്ക് നൈസായിട്ട് പിടിക്കാം, വേറെ കാര്യമൊന്നുമില്ല. ഞാനിപ്പോൾ വന്നേക്കണെന്തിനാ അറിയാമോ, മറ്റേ മരം വെട്ടുകാരനെ പൊക്കാനാ. മരം വെട്ടുകാരനാണ്, അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ പൊന്നു ഇപ്പോൾ ചാവൂല നമ്മൾ. പൊട്ടെ ടാറ്റ ബൈ ബൈ, പിന്നെ കാണാം. അയ്യാ അവിടെ നിന്ന് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, ഒന്നുമില്ലാത്തവരുടെ ഭാഗ്യം. കൈസ് ഇവനെ ഞാനൊന്ന് എടുത്തേക്കാട്ടോ, അവൻ ഈസിയാണ്. നമുക്കിത് ഇങ്ങനെ നിന്ന് കത്തിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട സിമ്പിളായിട്ട് 2 തീ വിട്ടിട്ട് ഈസി ആയിട്ട് എടുക്കാം. കണ്ടോ ടൈമിംഗ് ഒക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ ആക്ച്വലി ഓരോ പാലിൻ്റെ ടെക്നിക്ക് അറിയണമെങ്കിൽ അതിനെ വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ഇത് ഏതാണ് ലൊക്കേഷൻ? പുളിയാണല്ലോ, പുളി ലൊക്കേഷൻ ഉണ്ടാ ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു ഫാസ്റ്റ് ട്രാവൽ ഉണ്ട്. ഫാസ്റ്റ് ട്രാവൽ ഇവിടെ കണ്ടാലും നമ്മൾ എനേബിൾ ചെയ്തിട്ടേക്കണം. പിന്നെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അവനെ ടൈം ചെയ്യാൻ നമുക്ക് വളരെ ആഗ്രഹമുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ ആ ലെവലിലേക്കൊക്കെ എത്തണുള്ളൂ. അവൻ്റെ ഇതേപോലത്തെ സാഡിൽ സെറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറന്നെടുക്കാൻ പറ്റും അവൻ്റെ മുകളിൽ കയറിയിട്ട്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ കേട്ട് അവിടെ കുറേ ചെസ്റ്റും പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് പോയാൽ കേട്ടോ. നിന്നിട്ട് എട്ടിക്കണേ. ഓക്കെ, കാസ്റ്റവേജ് ആണൽ അവിടെ ചെസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ എടുക്കാം. നമുക്ക് ഈ കോയിനും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. എടുക്കടാ, അടിപൊളി. ഇപ്പുറത്തേക്ക് വേടാ. ഇവിടെ നിന്നിട്ടുള്ളത് താഴെ കണ്ട ഗൈസ്, താഴെ ഞാൻ സംഭവം കാണിച്ചു തരട്ടാ. കണ്ട ഗ്രീൻ കളറുള്ള ഇത് മറ്റേ മെഗാസ്ഫിയർ ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ വലിയ ഡിനോസിനൊക്കെ നമ്മൾ ഹൈ ലെവലുള്ളതിനൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും. ഓതേ ഇവനെയാണ് ഞാൻ പറഞ്ഞത് ഗുയിസ്, അന്വേഷിച്ച് നടന്നവൻ ഇവനാണ് മരം വെട്ടുകാരൻ. ഇവനെ പിടിക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ ഇവൻ നന്നായിട്ട് ആക്രമിക്കും. കണ്ടോ അടിക്കടാ. അവനടിക്കണേന് മുമ്പ് തന്നെ അവനൊന്ന് തലക്കിടിച്ചണ്ട. അത്യാവശ്യം എന്നിട്ട് ഇടിക്കട്ടെ, പുള്ളി ഇടിയൊക്കെ ഇടിക്കണേ. പക്ഷെ നമ്മൾ നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടാ അവൻ്റെ ഹെൽത്ത് നോക്കി പെട്ടെന്ന് കിട്ടും കേട്ടോ, വലിയ സംഭവമൊന്നുമല്ല. കണ്ടാ പുള്ളിയുടെ കോൺസെൻട്രേഷൻ പോയി. നമ്മുടെ കൂടെ ഒരു പാൽ അറ്റാക്ക് ചെയ്യാണ്ടെങ്കിൽ അയ്യോ അതെന്താണ്, നമ്മൾ എറിയണ സമയത്ത് തന്നെ മാറ്റിക്കളഞ്ഞ് പോലെ അയ്യോ പൊട്ടിച്ചും കളഞ്ഞാ. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഉണ്ടാ ഇനി ഇവനെ ഞാൻ ബേസിൽ കൊണ്ടുപോയിട്ട് ഇവൻ പണിയെടുക്കണ കാണിച്ചു തരട്ടെ. അപ്പോൾ ബേസ് ആക്ച്വലി മറ്റേ കല്ല്, റോക്ക്, വുഡ്, അതുപോലെ ഫുഡ്, ഇത്ര സാധനം നല്ല ഓളം അല്ലേ. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് അവർ തന്നെ ഹാൻഡിൽ ചെയ്യണ ഒരു രീതിയിലേക്ക് വരും. നമുക്കൊന്നും ചെയ്യണ്ട കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്തിട്ട് നേരെ ബേസിലേക്ക് പോവാം. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവനെടുത്ത് ഇവിടെ ഇട്ടേക്കാം. എന്നിട്ട് ആനക്കുട്ടീനെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഗൈസ് നമ്മുടെ ബേസിൽ ഫസ്റ്റ് റെയ്ഡ് വന്നിട്ട് കേട്ടോ. നോർമലി ഇങ്ങനെ റെയ്ഡ് വരും, വേറെ പാർട്ടിക്കാരൊക്കെ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാനും പരിപാടിക്കൊക്കെ വരും. ബേസിൻ്റെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാളൊക്കെ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാം. പക്ഷേ അതിൻ്റെ കാര്യമില്ല വീസ്, നമുക്ക് നൈസായിട്ടൊന്ന് അടിക്കാൻ പറ്റും. കാരണം നമ്മുടെ പാൽസൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മുടെ കയ്യിൽ മറ്റേ ഫോക്സ് ഇപ്പോൾ ഇല്ലേ, ഫോക്സ് പാർക്കില്ലേ, അവനെ വെച്ചിട്ട് നമുക്ക് കത്തിക്കാം അവരെയൊക്കെ. ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി മരീൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴത്തേക്ക് അടി തുടങ്ങിക്കോളും. നമുക്കൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, പകുതി ഇമാരെ തന്നെ ചെയ്തോളും. ഉറങ്ങി കിടക്കണേൽ ഇമാരെ എനിക്ക് അടിച്ചോളും, ഒന്നും നോക്കാൻ നിൽക്കണ്ട എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടാ. ഇമാരും ഉറങ്ങാൻ പോയിട്ടില്ല, കണ്ട കയറി വന്നുണ്ട്. പാടാ അങ്ങോട്ട് വാ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗൺ. വരുമ്പോഴത്തേക്ക് നിർത്തിയാൽ കത്തിക്കണം. അവർ പറന്നൊക്കെ അടിക്കാൻ നോക്കൂട്ടാ, ഒന്നും നോക്കണ്ട, സിമ്പിളായിട്ട് കത്തിക്കുക. കണ്ട എല്ലാവരും നിന്ന് കത്തി. ഒച്ചയൊക്കെ കേൾക്കണണ്ട, എന്താണ്ട് ഒച്ച കേൾക്കാൻ പറ്റും, കരയണൊക്കെ ഒച്ച കണ്ട. അവർ ഓടിച്ചിട്ട് അടിച്ചിത്രേ ഉള്ളൂ. അപ്പോൾ റെയ്ഡൊക്കെ വരുമ്പോൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഇപ്പോഴും നോക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾക്ക് ബേസിൻ്റെ ചുറ്റുമൊക്കെ കെട്ടി വെക്കാം, ട്രാപ്പൊക്കെ ഇട്ട് വയ്ക്കാം. അതിൻ്റെ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല ബേസ്. നമുക്ക് സിമ്പിളായിട്ട് ഇമാരച്ചനെ അടിക്കാവുന്നുള്ളൂ. മര ഓടിച്ചിട്ട് അടിച്ചോളും, അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. ഓക്കെ, തട്ടിക്കൊണ്ട് കിടക്കണം അവൻ്റെ ഡെഡ് ബോഡി. ഓക്കെ, ഇത് കണ്ട അവൻ മരം പൊട്ടിക്കണണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, ആള് പുലിയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ 2ൻ്റെ അടുത്തുണ്ടല്ലോ, ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ ബോക്സ് വയ്ക്കാനും പിന്നെ ഇവനെ ഇവിടുന്ന് പൊട്ടിച്ച് കളയാട്ടാ. അതിന് നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ബോക്സ് കൂടിയും വെച്ചേക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും കുറേ ചിലപ്പോൾ 400-500 വുഡ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ വുഡെല്ലാം കൂടി നമുക്ക് എളുപ്പത്തിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ആ ബോക്സ് അവിടെ വെച്ചേക്കണത്. ദൂരെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റില്ല. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ അമ്മരാരെങ്കിലും പടുതോളും, നമുക്കിപ്പോൾ പണിയാൻ സമയമില്ല. നമുക്കിനി അടുത്തത് പാരച്യൂട്ടാണ്. പാരച്യൂട്ട് സെറ്റാക്കുക. സൈഡിൽ നമ്മുടെ എന്തൊക്കെ ആവശ്യങ്ങൾ വേണ്ടതെന്നുള്ളതൊക്കെ എഴുതി കാണിക്കില്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലെവലൊക്കെ അപ്പായിക്കൊണ്ടിരിക്കും. അടിപൊളി. പാരച്യൂട്ടും സെറ്റാക്കിയിട്ടുണ്ട്. ഇടിയാ 2 സൈഡിലും നന്നായിട്ട് പണി കിടക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പണി കിടക്കുന്നുണ്ട്, ഒന്നും ചെയ്യാനില്ല. ഫുഡ് കണ്ട ഇതിൽ വന്നേക്കണുണ്ടോ, ഇഷ്ടംപോലെ സാധനങ്ങൾ അതിൽ കയറുന്നുണ്ട്, ബെറീസ്. അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഒരുത്തിനും കൂടി ഉണ്ട് ഇവിടെ. ഇവനോട് എടുത്തേക്കാട്ടാ. എടുക്കാൻ വേണ്ടി വന്നതല്ല, ആക്ച്വലി 2 ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവന്മാർ ഇഷ്ടംപോലെ വുഡ് കളക്ട് ചെയ്തോളും.
അപ്പം അത് ജാതി ഇടിയിട്ടാ. ഞാൻ ആ ഇടിയുടെ ലെവലിലാണ് നോക്കിന്ന് പോയി. അപ്പോൾ ബേസ് അങ്ങനെയാണ് സ്റ്റേബിൾ ആക്കണത്. അത് കഴിഞ്ഞിട്ട് ഇനിയും നമുക്ക് ബേസിലേക്ക് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. മതി 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 മതി. ആ പിടിച്ചോ എറിഞ്ഞോ, പെട്ട്. അത്രേ ഉള്ളൂ. അടുത്ത് കേട്ടോ ചിലപ്പോൾ കണ്ട ഒരെണ്ണത്തിന് ചിലപ്പോൾ പൊട്ടി ചാടി താഴെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അടുത്ത് എറിഞ്ഞോളണം. അല്ലെങ്കിൽ അമ്മ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു. കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും ഗുയ്സ്. അപ്പോൾ ഇനി പാൽ ബോക്സിൽ കൊണ്ടുവരണം ഗൈസ്, എന്നാലും റീസെറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ ബൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് നമ്മൾ സെറ്റായിട്ട് വരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഗുയ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ബൈ ബൈ ഗുയ്സ്, പിന്നെ കാണാം.